ടെക് ലോകത്തെ വാർത്തകൾ. പാസഞ്ചർ വാഹനങ്ങളുടെ റീറ്റെയിൽ വിൽപ്പനയിൽ വർധന. നവംബറിൽ വിൽപ്പന 20% വർദ്ധിച്ചു. കഴിഞ്ഞ വർഷത്തെ ഇതേ കാലയളവിനെ അപേക്ഷിച്ച് നവംബറിൽ ഇന്ത്യയിലെ പാസഞ്ചർ വെഹിക്കിൾ റീറ്റെയിൽ വിൽപ്പനയിൽ 20% വർധനവുണ്ടായതായി ഫെഡറേഷൻ ഓഫ് ഓട്ടോമൊബൈൽ ഡീലേഴ്സ് അസോസിയേഷൻ പറഞ്ഞു. 3,29,253 യൂണിറ്റുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നവംബറിൽ വിൽപ്പന 3,94,152 യൂണിറ്റായി ഉയർന്നു. GST ആനുകൂല്യങ്ങൾക്ക് പുറമെ വിവാഹ സീസൺ, ഉയർന്ന ഡിമാൻഡുള്ള മോഡലുകളുടെ മികച്ച വിതരണം, കോമ്പാക്ട് സ്പോർട്സ് യൂട്ടിലിറ്റി വാഹനങ്ങളിൽ നിന്നുള്ള തുടർച്ചയായ മുന്നേറ്റം എന്നിവയും ഈ കുതിപ്പിന് സഹായകമായി. നവംബറിൽ ഇരുചക്ര വാഹന വിൽപ്പനയിൽ 3% ഇടിവുണ്ടായി. നിർമ്മാണ ഉപകരണങ്ങളുടെ വിൽപ്പനയിൽ 17% ഇടിവ് രേഖപ്പെടുത്തി. നവംബറിൽ വാണിജ്യ വിൽപ്പനയിൽ 20%, മുച്ചക്ര വാഹനങ്ങളിൽ 24%, ട്രാക്ടറുകളിൽ 57% വർധനവുണ്ടായി. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. കോമറ്റ് ടിവിക്ക് വൻ കിഴിവ് പ്രഖ്യാപിച്ച് MG മോട്ടോഴ്സ്. ഉപഭോക്താക്കൾക്ക് 1 ലക്ഷം രൂപയുടെ വരെ ഡിസ്കൗണ്ട്. രാജ്യത്തെ ഏറ്റവും വില കുറഞ്ഞ ഇലക്ട്രിക് കാറായ കോമറ്റ് ടിവിയിൽ MG മോട്ടോഴ്സ് ബമ്പർ കിഴിവ് നൽകുന്നു. ഡിസംബർ അവസാനം വരെ ഈ ഓഫർ ലഭ്യമാണ്. ഈ കാലയളവിൽ MG കോമറ്റ് TV വാങ്ങുന്നതിലൂടെ ഉപഭോക്താക്കൾക്ക് 1 ലക്ഷം രൂപ വരെ ലാഭിക്കാം. കിഴിവുകളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് ഉപഭോക്താക്കൾക്ക് അവരുടെ അടുത്തുള്ള ഡീലർഷിപ്പുമായി ബന്ധപ്പെടാം. MG കോമറ്റ് ടിവിയിൽ 17.3 കിലോവാട്ട് വരെ ബാറ്ററി പാക്ക് ഉണ്ട്. ഇത് ഒറ്റ ചാർജിൽ 230 കിലോമീറ്റർ ഡ്രൈവിംഗ് റേഞ്ച് വാഗ്ദാനം ചെയ്യുന്നു. 3.3 kWh ചാർജർ ഉപയോഗിച്ച് ഈ MG ഇലക്ട്രിക് കാർ പൂർണ്ണമായും ചാർജ് ചെയ്യാൻ 7 മണിക്കൂർ എടുക്കും. ഇന്ത്യൻ ഉപഭോക്താക്കൾക്കായി MG കോമറ്റ് TV 3 വേരിയന്റുകളിലും 5 കളർ ഓപ്ഷനുകളും ലഭ്യമാണ്. 10.2 ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, ഒരു ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ എന്നിവയും കോമറ്റ് ടിവിയിൽ ഉൾപ്പെടുന്നു. സുരക്ഷയ്ക്കായി 6 എയർ ബാഗുകൾ, റിയർ പാർക്കിംഗ് സെൻസറുകൾ, റിവേഴ്സ് പാർക്കിംഗ് ക്യാമറ എന്നിവയുമുണ്ട്. ഇന്ത്യൻ വിപണിയിൽ MG കോമറ്റ് ടിവിയുടെ പ്രാരംഭ എക്സ് ഷോറൂം വില ടോപ്പ് മോഡലിന് 7.50 ലക്ഷം രൂപ മുതൽ 9.56 ലക്ഷം രൂപ വരെയാണ്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. മോട്ടറോള എഡ്ജ് 70 ഇന്ത്യയിൽ ഉടൻ അവതരിപ്പിക്കും. അൾട്രാ തിൻ മോഡൽ എന്ന വിശേഷണവുമായാണ് ഫോൺ വിപണിയിലെത്തുന്നത്. മുൻനിര സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കളായ മോട്ടറോള അതിന്റെ ഏറ്റവും പുതിയ അൾട്രാ തിൻ മോഡലായ മോട്ടറോള എഡ്ജ് 17 ഇന്ത്യയിൽ അവതരിപ്പിക്കും. 6.67 ഇഞ്ച് ഡിസ്പ്ലേയോട് കൂടിയ ഈ ഹാൻഡ്സെറ്റിന് കരുത്തു പകരുന്നത് ക്വാൽകമിന്റെ സ്നാപ്ഡ്രാഗൺ 7 Gen 4 പ്രോസസ്സറാണ്. അടുത്തിടെ തിരഞ്ഞെടുത്ത അന്താരാഷ്ട്ര വിപണികളിൽ ഈ സ്മാർട്ട് ഫോൺ അവതരിപ്പിച്ചിരുന്നു. സാംസങ്, ആപ്പിൾ പോലുള്ള കമ്പനികൾ അൾട്രാ തിൻ ഫോണുകൾ പുറത്തിറക്കി തിരിച്ചടി നേരിടുന്ന സാഹചര്യത്തിലാണ് മോട്ടറോള ഈ പരീക്ഷണത്തിന് തയ്യാറെടുക്കുന്നത്. 5.99 മില്ലിമീറ്റർ മാത്രമാണ് അൾട്രാ തിൻ ഫോണിന്റെ കനം. ചതുരാകൃതിയിലുള്ള ക്യാമറ മൊഡ്യൂളിനുള്ളിൽ സ്ഥാപിച്ചിട്ടുള്ള ട്രിപ്പിൾ റിയർ ക്യാമറ യൂണിറ്റാണ് ഇതിന്റെ പ്രധാന ആകർഷണങ്ങളിലൊന്ന്. വലതുവശത്താണ് പവർ ബട്ടണും വോളിയം നിയന്ത്രണങ്ങളും ക്രമീകരിച്ചിരിക്കുന്നത്. ക്വാൽകമിന്റെ സ്നാപ്ഡ്രാഗൺ 7 Gen 4 ചിപ്പ് സെറ്റാണ് ഇതിന്റെ കരുത്ത്. കൂടാതെ 4800 mAh ബാറ്ററിയാണ് ഫോണിനുള്ളത്.